പുലർച്ചെ 1 മണിക്ക് വർക്കിന് പോയിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:30ക്കാണ് നമ്മൾ വർക്ക് കഴിഞ്ഞ് വീടെത്തിയതും നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് പോവാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ ലാലേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും ബബ്ബബ്ബ സിനിമ കാണാനാണ് അവിടെ പോകുന്നത്. സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതിടും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് ഈ ചുരിദാർ വരുന്നത്. പൊളിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോട്ടൺ മെറ്റീരിയലുള്ള ബ്ലാക്ക് പ്ലെയിൻ ടോപ്പും പലാസോ പാൻറ്റും എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഷോളാണ് കേട്ടോ. എനിക്ക് ഇട്ടിട്ട് വീഡിയോ എടുത്തിട്ടെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടു. എന്തൊരു ഭംഗിയായിരുന്നു വെച്ചിട്ടാ. ഇതിന് തന്നെ ഒരുപാട് കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടാ. ഈ ചുരിദാറിന്റെ ക്വാളിറ്റി വെച്ച് നോക്കണമെങ്കിൽ അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറ്റുകയാണെങ്കിൽ ലിങ്ക് വീഡിയോ സൈഡിൽ കൊടുക്കാം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു മാലിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതേപോലെ കുണിക്കനും കതിൻ്റെ ഡ്രസ്സും ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താണ്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ എന്താ, നമ്മുടെ ഷോപ്പിൽ ഒരു 6:30 ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പോണ വഴിയിൽ നമ്മളെ കാത്തുമ്മയും കുണിക്കുമ്പോഴും നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് അവരൊക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മൾ നേരെ മാളിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ക്രിസ്മസ് എല്ലാവരും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ, നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വേഗം തന്നെ സിനിമയുടെ അവിടേക്ക് പോയി. അവിടെ എത്തിയതും നമ്മൾ കത്തുമ്മയുടെ സ്വഭാവം മാറി. അവൾക്ക് ഐസ്ക്രീം വേണം തലമ്പായി. അങ്ങനെ നമ്മൾ എല്ലാവർക്കും മേടിക്കാന്ന് വിചാരിച്ചു. പച്ചൻ പറഞ്ഞു കുണുക്കന് വയ്യാത്താണ്, കുണുക്കന് മേടിക്കണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ട് കുണുക്കൻ പിണങ്ങി ഇരുന്നു. അപ്പോൾ പിന്നെ കുണുക്കന് നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനതിരുന്ന് കഴിച്ചു. അവനെ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ അവൻ കഴിച്ചില്ല കേട്ടാ. പിന്നെ അത് കളയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളെ സിനിമയുടെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അവനതാ ഉള്ളിൽ കയറി ഇരിക്കുമ്പോഴേക്കും നമ്മൾ കാത്തുമ്പോൾ അടുത്ത അലമ്പ് കാണിച്ചു തുടങ്ങി. ആൾക്ക് പോപ്കോണും പെപ്സി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏട്ടൻ പോയിട്ട് വേഗം മേടിച്ചു കൊടുന്നു കേട്ടോ. മേടിച്ചു കൊടുന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തീറ്റയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാലേന്റെ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടുത്തെ അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് റിജോന്റെ കോള് വന്നു. നിങ്ങൾ അവിടെയാ, ഞാൻ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോരെന്ന് പറഞ്ഞു. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു December 20. നമ്മൾ 21 സിനിമയ്ക്ക് പോയത്. അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് എൻ്റെ വക ചിലവാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തോളം പറഞ്ഞപ്പോൾ നല്ല നാടൻ ഫുഡുകളാണ് മേടിച്ചത്. കിഴിപ്പൊറോട്ടയും നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ അവൻ 2 പോസ്റ്റും കാണിച്ച് പോയി. പിന്നെ നമ്മൾ ഫുൾ ശ്രദ്ധ ഫുഡിലേക്കായിരുന്നു. നമ്മൾ അങ്ങനെ എല്ലാവരും കൂടി വർത്താനെല്ലാം പറഞ്ഞ് വേഗം തന്നെ ഫുഡെല്ലാം കഴിച്ചു. ഇന്ന് രാത്രി 1-2 മണി എനിക്ക് വർക്കിന് പോകണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനത്തിലെത്തിയിട്ടാ. അങ്ങനെ നമ്മൾ കാത്തുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിനും എല്ലാവർക്കും മൂത്രം വയ്ക്കാൻ മുട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്ഥലം തപ്പിയിട്ടാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ പാമ്പേഴ്സ് ഇട്ടുണ്ടെങ്കിലും അവൾക്കിപ്പോൾ പാമ്പേഴ്സിൽ വയ്ക്കുന്നത് ഇഷ്ടമല്ല കേട്ടാ. പിന്നെ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. ബായ്.